ഇപ്പൊ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് പുതിയ മന്ത്രിസഭയൊക്കെ അധികാരത്തിലേറ്റു. നമുക്ക് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അവരുടെ മണ്ഡലവും ഒക്കെ പഠിക്കാം. ഇപ്പം മണ്ഡലങ്ങളും ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ മണ്ഡലമൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വകുപ്പുകൾ പഠിക്കുന്നതിന്റെ കൂടെ മണ്ഡലങ്ങളും എല്ലാവരുടെയും പഠിച്ചു പോവുക. അപ്പം മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. അധികാരമേറ്റത് മെയ് 18, 2026 അധികാരമേറ്റത്. നിയോജക മണ്ഡലം പറവൂരാണ്. പറവൂരാണ് നിയോജക മണ്ഡലം. പിന്നെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ധനകാര്യം, നിയമം, പൊതുഭരണം, ആസൂത്രണം, IT, പോർട്ടുകൾ, ആഭ്യന്തര നയങ്ങൾ എന്നിവയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ധനകാര്യം, നിയമം, പൊതുഭരണം, ആസൂത്രണം, IT, പോർട്ടുകൾ, തുറമുഖം ഒക്കെ കൈകാര്യം ചെയ്യുന്നു. ആഭ്യന്തര നയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വി.ഡി. സതീശനാണ്, മുഖ്യമന്ത്രിയാണ്. അടുത്താണ് രമേശ് ചെന്നിത്തല. സ്ഥലം നിയോജക മണ്ഡലം ഹരിപ്പാടാണ്. എന്തൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ, കയർ. അപ്പം ആഭ്യന്തരം, വിജിലൻസ്, ജയില്, ഇതാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഹരിപ്പാടാണ് നിയോജക മണ്ഡലം. ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ എന്നിവയാണ് പ്രധാനമായിട്ടുള്ള വകുപ്പുകൾ. അടുത്തതാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. മണ്ഡലം വേങ്ങരയാണ്. വേങ്ങരയിൽ നിന്നാണ് ജയിച്ചു വന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകള്? വ്യവസായം, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് ഓർത്തു വെച്ചോണം. ഇപ്പൊ AI ഒക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് AI ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ AI കൈകാര്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വകുപ്പ്, അതൊരു പുതിയൊരു വകുപ്പാണ് അല്ലെ. അപ്പൊ അത് സ്റ്റാർട്ടപ്പുകള്, ടെക്സ്റ്റൈൽസ് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്. വേങ്ങരയാണ് മണ്ഡലം. വ്യവസായം, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാർട്ടപ്പ്, ടെക്സ്റ്റൈൽസ് ഒക്കെ കൂടെ വരും. അപ്പൊ പ്രധാനമായിട്ടും ഇത് ഓർത്തിരിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർത്തിരിക്കുക. സണ്ണി ജോസഫ് പേരാവൂരാണ് മണ്ഡലം. സണ്ണി ജോസഫ്. എന്താണ് വകുപ്പുകള്? വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യങ്ങൾ, അനർട്ട്. പാർലമെന്ററി കാര്യം ഒക്കെ മിക്കവാറും ഒക്കെ ചോദിക്കുന്ന ഒരു വകുപ്പാണ്. പാർലമെന്ററി കാര്യം ആരാണ് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ സണ്ണി ജോസഫ് ആണ് കൈകാര്യം ചെയ്യുന്നത്. പേരാവൂരാണ് മണ്ഡലം. വൈദ്യുതി, പരിസ്ഥിതി, പിന്നെ അനർട്ട് ഒക്കെ കൈകാര്യം ചെയ്യുന്നു. അടുത്തതാണ് കെ മുരളീധരൻ. വട്ടിയൂർക്കാവാണ് മണ്ഡലം. ഏതൊക്കെയാണ് വകുപ്പുകള്? ആരോഗ്യം, മെഡിക്കൽ, വിദ്യാഭ്യാസം, ആയുഷ്, ഭക്ഷ്യസുരക്ഷ, ദേവസ്വം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? ആരോഗ്യവും ദേവസ്വവുമാണ് കെ മുരളീധരൻ കൈകാര്യം ചെയ്യുന്നത്. ആരോഗ്യം, ദേവസ്വം, പിന്നെ മെഡിക്കൽ, വിദ്യാഭ്യാസം, ആയുഷ്, ഭക്ഷ്യസുരക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അടുത്തതാണ് എം ലിജു. മണ്ഡലം ഏതാണ്? കായംകുളമാണ്. കായംകുളത്ത് നിന്നാണ് ജയിച്ചു വന്നത്. ഏതൊക്കെയാണ് വകുപ്പുകൾ? സഹകരണം എപ്പോഴും ചോദിക്കുന്ന ഒരു വകുപ്പാണ്. സഹകരണ മന്ത്രിയെ എപ്പോഴും ചോദിക്കുന്നതാണ്. ആരാണ് ഇപ്പോഴത്തെ സഹകരണ മന്ത്രി? എം ലിജു ആണ്. പിന്നെയുള്ളത് എക്സൈസ് ആണ്. എം ലിജുവിന്റെ വകുപ്പുകൾ എന്തൊക്കെയാണ്? സഹകരണം, എക്സൈസ്. സഹകരണ മന്ത്രി എം ലിജു ആണ്. അടുത്തതാണ് റോജി എം ജോൺ. അങ്കമാലിയാണ് മണ്ഡലം. അങ്കമാലി മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചു വന്നത്. എന്തൊക്കെയാണ് വകുപ്പുകൾ? കോളേജ് വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, NCC, അസാപ്പ് എന്നിവ. അതായത് ഉന്നത വിദ്യാഭ്യാസമാണ് ഉദ്ദേശിക്കുന്നത്. റോജി എം ജോൺ അങ്കമാലിയിൽ നിന്നാണ് വിജയിച്ചു വന്നത്. കോളേജ് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്നൊക്കെ പറയാം. അടുത്തതാണ് പി.സി. വിഷ്ണുനാഥ്. കുണ്ടറയിൽ നിന്നാണ് ജയിച്ചു വന്നത്. കുണ്ടറയാണ് മണ്ഡലം. എന്തൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? ടൂറിസം ചോദിക്കാറുള്ള ഒരു വകുപ്പാണ്. സാംസ്കാരികം ചോദിക്കാറുള്ള വകുപ്പാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് പി.സി. വിഷ്ണുനാഥ് ആണ്. മണ്ഡലം കുണ്ടറയാണ്. ടൂറിസം, സാംസ്കാരികം, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി. പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്നത് ടൂറിസം, സാംസ്കാരികം എന്നിവയാണ്. ടൂറിസം, സാംസ്കാരികം. അടുത്തതാണ് ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് നിന്നാണ് ജയിച്ചു വന്നത്. കൊല്ലമാണ് മണ്ഡലം. എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വനിതാ ശിശു വികസനം അല്ലെങ്കിൽ വനിതാ ശിശുക്ഷേമം. അപ്പൊ ബിന്ദു കൃഷ്ണ എന്തൊക്കെയാണ്? തൊഴില്, മൃഗസംരക്ഷണം,
ക്ഷീരവികസനം, വനിതാ ശിശു വികസനം. ഈ കൃഷ്ണ എന്നുള്ളതിൽ ഷായുണ്ട്, സംരക്ഷണത്തിൽ ഷായുണ്ട്, ക്ഷീരവികസനത്തിൽ ഷായുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. തൊഴില്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വനിതാ ശിശു ക്ഷേമം അല്ലെങ്കിൽ വനിതാ ശിശു വികസനം എന്നിവയൊക്കെ ബിന്ദു കൃഷ്ണയാണ് കൈകാര്യം ചെയ്യുന്നത്. കൊല്ലമാണ് മണ്ഡലം. അടുത്തതാണ് MP അനിൽകുമാർ. MP അനിൽകുമാർ വണ്ടൂരാണ് മണ്ഡലം. വണ്ടൂരാണ് മണ്ഡലം. എന്തൊക്കെയാണ് വകുപ്പുകള്? ഭൂമി, റവന്യൂ, സർവേ, ഭൂപരിഷ്കരണം. ഭൂമി, റവന്യൂ എന്നൊക്കെ ഓർത്തിരുന്നാൽ മതി. റവന്യൂ, സർവേ, ഭൂപരിഷ്കരണം. റവന്യൂ കൈകാര്യം ചെയ്യുന്നത് MP അനിൽകുമാർ ആണ്. റവന്യൂ MP അനിൽകുമാർ ആണ്. മണ്ഡലം വണ്ടൂരാണ്. വണ്ടൂർ. അടുത്തതാണ് OJ ജനീഷ്. OJ ജനീഷ് മണ്ഡലം ഷൊർണൂരാണ്. OJ ജനീഷ് മണ്ഡലം ഷൊർണൂരാണ്. എന്താണ് കൈകാര്യം ചെയ്യുന്നത്? പിന്നാക്കക്ഷേമം, പട്ടികജാതി പട്ടികവർഗ വികസനം. പിന്നാക്കക്ഷേമം, പട്ടികജാതി പട്ടികവർഗ വികസനം. OJ ജനീഷ് ആണ്. മണ്ഡലം ഷൊർണൂരാണ്. KA തുളസി തരൂരാണ്. KA തുളസി തരൂരാണ്. സാമുദായിക വികസനം, സാമൂഹിക നീതി. സാമുദായിക വികസനം, സാമൂഹിക നീതി എന്നിവയാണ് KA തുളസി കൈകാര്യം ചെയ്യുന്നത്. T സിദ്ദിഖ് കൽപ്പറ്റയാണ്. കൽപ്പറ്റ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഭവന നിർമ്മാണം, യുവജനക്ഷേമം, കായികം. അപ്പൊ ഇതിൽ ചോദിക്കാൻ ഉള്ളത് എന്താണ്? കായികം, യുവജനക്ഷേമം. കായികം ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. യുവജനക്ഷേമം. ഇത് രണ്ടും പ്രധാനമായിട്ടും ഓർത്തു വയ്ക്കുക. T സിദ്ദിഖ്, കായികം, യുവജനക്ഷേമം എന്നിവയാണ്. അടുത്തതാണ് KM ഷാജി. KM ഷാജി അഴീക്കോടാണ് KM ഷാജി. പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ, ടൗൺ പ്ലാനിങ്, കില എന്നിവ, അതായത് തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്യുന്നത് KM ഷാജിയാണ്. തദ്ദേശ ഭരണം കൈകാര്യം ചെയ്യുന്നത് KM ഷാജിയാണ്. അഴീക്കോടാണ് മണ്ഡലം. പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ, ടൗൺ പ്ലാനിങ് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് KM ഷാജിയാണ്. അടുത്തതാണ് N ഷംസുദ്ദീൻ മണ്ണാർക്കാടാണ് മണ്ഡലം. N ഷംസുദ്ദീൻ മണ്ണാർക്കാടാണ് മണ്ഡലം. എന്തൊക്കെയാണ് വകുപ്പുകൾ? പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം എന്നിവയൊക്കെ. ഇപ്പൊ വിദ്യാഭ്യാസം M ഷംസുദ്ദീനാണ്. വിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അടുത്തതാണ് PK ബഷീർ. ഏറനാട് നിന്നാണ് ജയിച്ചു വന്നത്. PK ബഷീർ ഏറനാടാണ് മണ്ഡലം. പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് PK ബഷീർ ആണ്. ഓർത്ത് വെക്കുക. പൊതുമരാമത്ത് PWD കൈകാര്യം ചെയ്യുന്നത് PK ബഷീർ ആണ്. VE അബ്ദുൾ ഗഫൂർ കൊടുവള്ളിയാണ് മണ്ഡലം. ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ് എന്നിവയാണ് VE അബ്ദുൾ ഗഫൂർ കൈകാര്യം ചെയ്യുന്നത്. അടുത്താണ് മോൻ ജോസഫ് മണ്ഡലം ഏതാണ്? കടുത്തുരുത്തിയാണ് അല്ലെ. മോൻ ജോസഫ് കടുത്തുരുത്തിയാണ്. ജലവിഭവം, ജലസേചനം, ഭൂഗർഭജലം എന്നിവയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ജലവിഭവം, ജലസേചനം, ഭൂഗർഭജലം എന്നിവയാണ് മോൻ ജോസഫ് കൈകാര്യം ചെയ്യുന്നത്. കടുത്തുരുത്തിയാണ് മണ്ഡലം. അപ്പൊ മൊത്തത്തിലെ 20 മന്ത്രിമാരാണ് നിലവിലുള്ള നിയമസഭയിൽ ഉള്ളത്. അടുത്തതാണ് ഷിബു ബേബി ജോൺ. ചവറയാണ്. ഷിബു ബേബി ജോൺ ചവറ. എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം എന്നിവ. വനം ഓർക്കുക. വനമൊക്കെ ചോദിക്കാറുള്ളതാണ്. ഷിബു ബേബി ജോൺ ചവറയാണ് മണ്ഡലം. വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം എന്നിവയാണ് ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്നത്. CP ജോൺ തിരുവനന്തപുരത്തു നിന്നാണ് ജയിച്ചു വന്നത്. CP ജോൺ തിരുവനന്തപുരമാണ് മണ്ഡലം. മോട്ടോർ വാഹനം, റോഡ് ട്രാൻസ്പോർട്ട്, ജലഗതാഗതം എന്നിവ. അപ്പം മോട്ടോർ വാഹനം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് CP ജോൺ ആണ് മോട്ടോർ വാഹനം കൈകാര്യം ചെയ്യുന്നത്. അനൂപ് ജേക്കബ് പിറവമാണ് മണ്ഡലം. ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യങ്ങൾ, ലീഗൽ, മെട്രോളജി എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് അനൂപ് ജേക്കബാണ്. ഭക്ഷ്യവകുപ്പ് മന്ത്രി അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് എന്നൊക്കെ ഓർത്ത് വെക്കുക. അപ്പം അത്രയും മന്ത്രിമാരാണ് ഉള്ളത്. പറഞ്ഞ പോലെ 20 മന്ത്രിമാരാണ് ഉള്ളത് നിലവിലുള്ള നിയമസഭയില്. ഇപ്പൊ ഒരു 2 മാസം കഴിഞ്ഞുള്ള എക്സാമിനൊക്കെ ആയിരിക്കും പ്രധാനമായിട്ട് ചോദിക്കുന്നത്. LGSനൊക്കെ ചോദിക്കുമോ എന്നുള്ള സംശയമാണ് ഉടനെ ഉള്ളത് കൊണ്ട്. ഓൾറെഡി ഇപ്പൊ ക്വസ്റ്റ്യൻ ഒക്കെ ആയി കാണുമായിരിക്കും. അത് കഴിഞ്ഞുള്ള പരീക്ഷയ്ക്കൊക്കെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്.